ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ബഹിരാകാശ യാത്ര സാധ്യമാക്കുന്ന ചരിത്ര നീക്കവുമായി ISRO. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഒരു നിർണായക മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ സാധാരണ പൗരന്മാർക്കും അവസരം നൽകാനുള്ള പദ്ധതികളുമായാണ് ISRO മുന്നോട്ടു പോകുന്നത്. ഇതോടെ ബഹിരാകാശ യാത്രകൾ ഇനി ശാസ്ത്രജ്ഞരുടെ പരിധിയിൽ മാത്രം ഒതുങ്ങാതെ പൊതുജനങ്ങളിലേക്കും വ്യാപിക്കുമെന്ന പ്രതീക്ഷ ശക്തമാവുകയാണ്. ISRO രൂപീകരിച്ച ബഹിരാകാശ സഞ്ചാരികളുടെ തിരഞ്ഞെടുപ്പ് സമിതി ശാസ്ത്രജ്ഞർക്കപ്പുറം സാധാരണ പൗരരെയും ബഹിരാകാശ യാത്രയിൽ ഉൾക്കൊള്ളിക്കണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചതായാണ് വിവരം. മനുഷ്യനെ ബഹിരാകാശത്തിലേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമായ ഗഗൻയാൻ പദ്ധതിയിലൂടെയാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കമാവുക. അതിനായി ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയിലെ 4 ടെസ്റ്റ് പൈലറ്റുമാരെ തിരഞ്ഞെടുക്കുകയും കഠിനമായ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ ഗഗൻയാൻ ദൗത്യം അടുത്ത വർഷം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ ദൗത്യത്തിനു പിന്നാലെ തുടർ ദൗത്യങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. 4ാമത്തെ ദൗത്യം മുതൽ സാധാരണ പൗരന്മാരെ ബഹിരാകാശ സഞ്ചാരികളായി ഉൾപ്പെടുത്താനാണ് ISRO ആലോചിക്കുന്നത്. ശാസ്ത്ര സംഘത്തിനൊപ്പം 4 പേർ സാധാരണ പൗരന്മാരാകണമെന്നാണ് ബഹിരാകാശ സഞ്ചാരികളുടെ തിരഞ്ഞെടുപ്പ് സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ വ്യക്തമായ അറിവും അനുഭവവും ഉള്ളവരായിരിക്കണം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്നും സമിതി നിബന്ധന വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സൈനിക വ്യോമയാന രംഗത്ത് പരിചയസമ്പന്നരായ 6 മിഷൻ പൈലറ്റുമാരെയും ഉൾപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏകദേശം 72 മാസത്തെ ദൈർഘ്യമേറിയ പരിശീലനമാകും ISROയുടെ നേതൃത്വത്തിൽ നൽകുക. ശാരീരിക ക്ഷമത, മാനസിക ധൈര്യം, സാങ്കേതിക പരിജ്ഞാനം എന്നിവയിൽ ഉയർന്ന നിലവാരം ഉറപ്പാക്കിയുള്ളതായിരിക്കും ഈ പരിശീലനം. ഇതിനൊപ്പം ബഹിരാകാശ സഞ്ചാരികളുമായി വർഷത്തിൽ 2 വിക്ഷേപണ ദൗത്യങ്ങൾ നടത്താനുള്ള ദീർഘകാല ആസൂത്രണവും പുരോഗമിക്കുകയാണ്. ഒരിക്കൽ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കിയവർക്ക് 2 വർഷത്തിനു ശേഷം വീണ്ടും ദൗത്യത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമെന്നും സൂചനയുണ്ട്. ഇതിലൂടെ പരിചയസമ്പന്നരായ സഞ്ചാരികളുടെ ഒരു ശക്തമായ സംഘത്തെ രാജ്യത്തിനകത്ത് തന്നെ രൂപപ്പെടുത്താനാകും. ഭാവിയിലെ ദൗത്യങ്ങൾ കൂടുതൽ വിപുലമാക്കാനുള്ള പദ്ധതികളും രൂപം കൊണ്ടുവരികയാണ്. 7ാമത്തെ ദൗത്യം മുതൽ ക്രൂ മൊഡ്യൂളിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളുടെ എണ്ണം 2ൽ നിന്ന് 3ആയി വർദ്ധിപ്പിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ കൂടുതൽ ആളുകൾക്ക് ബഹിരാകാശ യാത്രയുടെ അനുഭവം നേടാൻ കഴിയും. ഇന്ത്യയുടെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നത് 2035ഓടെ രാജ്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ കൂടുതൽ ബഹിരാകാശ സഞ്ചാരികളുടെ ആവശ്യകത ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ ഇപ്പോൾ തന്നെ സാധാരണ പൗരന്മാരെയും ഉൾപ്പെടുത്തിയുള്ള പരിശീലനവും തിരഞ്ഞെടുപ്പും ആരംഭിക്കുന്നത് ഭാവി മുൻനിർത്തിയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നീക്കമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ISROയുടെ പുതിയ നീക്കങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രകളെ പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്തുന്നതിനൊപ്പം ബഹിരാകാശം എല്ലാവർക്കും എന്ന ആശയം യാഥാർത്ഥ്യമാകുന്ന ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.